ഹലോ ഗായ്സ്, ഞാൻ സവി. അപ്പോൾ നമ്മുടെ ലെറ്റ്സ് പ്ലേയുടെ 5ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു വീഡിയോ ഇട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗോൾ എന്നാന്ന് വെച്ചാൽ നമ്മളിന്ന് സിറ്റിയിലൊരു വാച്ച് ടവർ ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. ഞാൻ കുറേ നാളായിരുന്നു വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ചെയ്ത പരിപാടിയൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് മാത്രമല്ല, എൻ്റെ കയ്യിലുള്ള ഡയമണ്ട് സോഡും ഡയമണ്ട് പിക്ക് പാക്സ് എല്ലാം അത് പോയി എൻ്റെ കയ്യിൽ നിന്ന്. ഞാൻ എന്തോ FK നിന്നാന്ന് തോന്നുന്നു, ആരോ വന്നിനെ അടിച്ചിട്ടു, ഞാൻ ചത്തു. പിന്നെ അതെല്ലാം ഡീസ്പോണായി പോയി. കണ്ടില്ലേ, ഡെയിലിപ്പോൾ ഒന്നുമില്ല. ഇനി എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് അയൺ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ കാണുന്നതാണ് എൻ്റെ ഫാമിംഗ് ഏരിയ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇവിടെ ആയിട്ട് നമ്മുടെ വീറ്റ് ഫാം ചെയ്തിട്ടുണ്ട്. വീറ്റ് നമ്മൾ കുറേ ഫാം ചെയ്തായിരുന്നു. പിന്നെ ഇവിടെ ബീട്രൂട്ട്, ഇവിടെ ആയിട്ട് നമുക്ക് ക്യാരറ്റ് ഇമ്മൽ തരുന്നില്ല, അതുകൊണ്ട് ക്യാരറ്റ് വെച്ചില്ല. അപ്പോൾ ക്യാരറ്റ് വരുവാണെങ്കിൽ കിട്ടുവാണെങ്കിൽ നമ്മളവിടെ വെക്കും. ഓക്കെ, ഇവിടെ 64-15 വീറ്റ് നമുക്ക് ഇവിടുന്ന് കൾട്ടിവേറ്റ് ആയിട്ട് കിട്ടിയതുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് പോകാം. ഇനി അടുത്ത ഒരു സംഭവം കാണിച്ചു തരാം. ഇവിടെയായിട്ട് നമ്മുടെ ഷീപ്പിൻ്റെ ഒരു കൂട് നമ്മൾ കുറച്ചും കൂടെ വലുതാക്കിയിട്ടുണ്ട്, കണ്ടില്ലേ. ഓക്കെ, ഇത് വലുതാക്കിയിട്ടുണ്ട്. നമ്മുടെ ഇനി ഫുഡില്ല, ഫുഡ് തീർന്നിട്ടുണ്ട്. അത് നമുക്കത് റീസ്റ്റോർ ചെയ്യണം. കണ്ടില്ലേ, ഷീപ്പിൻ്റെ നന്നായിട്ടൊന്ന് വലുതാക്കിയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ ഇതാണ് ഇവനുമായിട്ട് ഞാൻ കുറേ ട്രേഡ് ചെയ്തായിരുന്നു. പിന്നെ ഞാൻ മാസ്റ്റർ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇവനോട് ഇവന് കണ്ടില്ലേ, ഇവനെ മാസ്റ്റർ ആക്കി. ഇവനിപ്പോൾ എനിക്ക് ക്വാഡ്സിൻ്റെ ബില്ലർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോഴിയുടെ രാത്രി അവരുടെ നമുക്ക് കോഴിക്കൂട് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കോഴിക്കുള്ള കൂട്. കണ്ടില്ലേ, കുറച്ച് കോഴി ഉണ്ട്. അത് നമുക്ക് കുറേ മുട്ടയും കിട്ടുന്നുണ്ട്. മുമ്പേ കാണിച്ച ആ വില്ലേജറിനെ പോലെ വേറൊരു ഒരെണ്ണത്തിൻ്റെയും നമ്മൾ മാസ്റ്ററാക്കി വെച്ചിട്ടുണ്ട്. അവന് ഈ കോഡ്സ് ബില്ലർ തന്നെയാണ് അവർ തരുന്നത്. പിന്നെ ഞാൻ കുറേ എംബ്രാൾഡ് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. 64 ഒരു സ്റ്റാക്ക് 42 എംബ്രാൾഡ് കണ്ട് ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, രാത്രി ആയിട്ടുണ്ട്, നമുക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങിയിട്ട് വരാം. ഓക്കെ, രാവിലെ ആയിരിക്കുന്നു. അപ്പം നമുക്കിത് ഇവിടെ ഇട്ടാണ് നമ്മൾ നമ്മുടെ ടവർ വെക്കാൻ ആലോചിക്കുന്നത്. ഇവിടെ ആയിട്ട് വല്ലതും വെക്കാം. നമ്മുടെ ഈ സിറ്റി മൊത്തം, ഈ വില്ലേജ് മൊത്തം ചുറ്റും കാണണം അതിൻ്റെ പട്ടയെന്ന്. അതുപോലെ ഉണ്ടാക്കണം. ഓക്കെ, അതിനായിട്ടുള്ള റിസോഴ്സ് എല്ലാം ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. അതുവരെ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യും. ഓക്കെ, നമ്മൾ കുറേ റിസോഴ്സസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഓക്കെ, അതെ ഇവിടെയായിട്ട് നമ്മൾ തറയൊക്കെ വെച്ചു. ഓക്കെ, ഇവിടെ നിന്ന് നമുക്ക് മണ്ടയിലോട്ട് പോകാം. 4 ബ്ലോക്ക് വീതി വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടുന്ന് മണ്ടയിൽ നിന്ന് പില്ലർ വെച്ച് പോകാം. അപ്പോൾ ആദ്യമേ നമുക്കിപ്പോൾ അതന്നെ 1 2 3 3 ഈ 3 മതിയായിരിക്കും. ഓക്കെ, 3 ഇതായിരിക്കും നമ്മുടെ ഇവിടുന്ന് വരുന്നത്. ഇവിടുന്ന് 1 2 3. ഇത് പണിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങോട്ട് താഴോട്ട് ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മുടെ ലൈഫ് ഒത്തിരി പോകും. അപ്പോൾ അങ്ങ് മണ്ടയിലാകുമ്പോൾ നമ്മുടെ ലൈഫ് ഒത്തിരി പോകും ഗൈസ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കണ്ടാൽ ബോറടിക്കും. അപ്പോൾ നിങ്ങളൊന്ന് ടൈം ലാപ്സ് ഒന്ന് കണ്ടിട്ട് പോവാം. അപ്പോൾ ബൈ. അങ്ങനെ ഏകദേശം പണി കഴിഞ്ഞിട്ടുണ്ട്. 3 നിലയാക്കി നമ്മളിപ്പോൾ. ഇനി നമ്മുടെ റിസോഴ്സ് എല്ലാം തീർന്നു. ഇനി നമ്മൾ വീണ്ടും കളക്ട് ചെയ്യാൻ പോകണം. ഓക്കെ, ഇച്ചിരി ദൂരത്തോട്ട് വെക്കുമ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഓക്കെ, നമ്മുടെ ആ അക്കാഷ്യ വുഡ് വെച്ച കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അതേ കിട്ടാനുള്ളൂ. ഇവിടെ അടുത്തായിട്ട് ആ ഫോറസ്റ്റ് ഉണ്ട്, അക്കാഷ്യ വളരുന്ന ഫോറസ്റ്റില്ലേ. ഓക്കെ, അത് കുറേ ഉള്ളതുകൊണ്ട് ആ ഫോറസ്റ്റിന് എന്നാ പറയുന്നതെന്ന് അറിയത്തില്ല. അല്ലാണ്ട് എന്തായാലും അതുള്ളതുകൊണ്ട് നമ്മളത് വെച്ചു. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയും കൂടെ വെക്കാം. ഇതിൻ്റെ മണ്ടയിലോട്ട് ഇനി കയറാനുള്ളതാണ് പാട്. എൻ്റെ ലൈഫ് കണ്ടോ, ഹെൽത്ത് ഇതിൻ്റെ മണ്ടയിൽ നിന്ന് ഇറങ്ങി ഞാൻ ഒന്ന് ചത്തു. ഓക്കെ, ഒരു രാത്രിയായപ്പോൾ ഞാൻ ആ വീടിൻ്റെ മണ്ടയിൽ എടുത്തുകൊണ്ട് കയറി ഞാൻ ചത്തു. ഓക്കെ, നമുക്ക് ഇവിടുത്തെ ഇത് വീട്ടിലെല്ലാം അടിച്ച് നോക്കാം. നന്നായിട്ടൊന്ന് വെക്കാം.
രാത്രി ആയിട്ടുണ്ട്. നമുക്കൊന്ന് താഴോട്ട് അയ്യോ രാത്രിയായി. തീർന്നു ഗൈസ്, നമ്മൾ ചത്തു, വീണ്ടും ചത്തു. ഓക്കെ, നമുക്കിവിടെ കിടന്നുറക്കാം. അങ്ങനെ ഇവിടുന്ന് നമ്മൾ താഴെ ചാടിയതാണ് ഗൈസ് രാത്രിയായി കൊണ്ട്. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ റിസോഴ്സും തീർന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇനി അത് ഡീസ്പോൺ ആവുന്നതിന് മുമ്പ് നമുക്ക് അത് മൊത്തം എടുക്കാം. കാരണം നമ്മുടെ ബാക്കിയുള്ള അയൺ എല്ലാം നമ്മുടെ കയ്യിലുണ്ടായിരുന്നു. എടുക്കാതെ എത്ര നിലയായിട്ടുണ്ട് നമ്മുടെ ടവറ്. ഞാൻ കുറച്ചും കൂടെ ആക്കണം. കിടക്കുന്നു. ഓക്കെ, അങ്ങനെ ഇതിൻ്റെ പണി കഴിഞ്ഞു ഗൈസ്. ഓക്കെ, പണി കഴിഞ്ഞില്ല, ഇനി ഇച്ചിരും കൂടെ ഉണ്ട്. നമ്മൾ ഗ്ലാസ് വെച്ച് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, ഇതുണ്ടല്ലേ നമ്മുടെ മൊത്തം നോക്കുമ്പോൾ അത് ഇങ്ങനെ ഉണ്ട്. മണ്ടയിൽ വലിയ കോംപ്ലിക്കേറ്റഡ് ഒന്നുമില്ല. പില്ലർ വെച്ച് പോയാൽ മതി, ക്രോസ് ബാർ അടിച്ച് അങ്ങനെയൊക്കെ ചെയ്താൽ മതി. പിന്നെ ലാഡർ വെച്ചാണ് നമ്മൾ മണ്ടയിലോട്ട് കയറുന്നത്. പിന്നെ മണ്ടയിലായിട്ടൊരു മണിയും കൂടി വെക്കണം, അത് നമ്മൾ വെച്ചിട്ടില്ല. അത് പിന്നെ എപ്പോഴേലും വെക്കാം. ഓക്കെ, ഇനി നമ്മൾ ബാക്കി ഗ്ലാസും കൂടെ വെച്ചിട്ട് നിങ്ങളെ ഇനി കാണിക്കാം. പണി കഴിഞ്ഞിരിക്കും സുഹൃത്തുക്കളെ. കണ്ടില്ലേ, നമ്മുടെ ഒരു 2 പ്രാവശ്യം നമ്മൾ ചത്തു. ഓക്കെ, ഒന്ന് ഓഫ് ക്യാമറയിലായിരുന്നു, ഒന്ന് നിങ്ങളുടെ മുന്നിൽ വെച്ചിരുന്ന ഞാൻ ചത്തു. അങ്ങനെ നമ്മൾ ആ പടയും കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ ലാഡറും വെച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മുമ്പേ ഗ്ലാസ് വെക്കാതെ കണ്ടു കാണും. ഓക്കെ, വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, നിങ്ങൾക്ക് പണിയെന്നുള്ളൂ. എൻ്റെ ഒരു രീതിയിൽ വെച്ചേക്കുന്നതാണ്, അത്യാവശ്യം കുഴപ്പമില്ല. അത് ഏറ്റവും മട്ടിലായിട്ട് നമ്മൾ കുറച്ച് ഓക്ക് പ്ലാങ്ക്സും ഓക്ക് വുഡ്സ് മാത്രമേ നമ്മൾ വെച്ചിട്ടുള്ളൂ. അത് നമ്മുടെ അത് ഇച്ചിരി കൂടെ ഭംഗി കിട്ടും, മൊത്തം പ്ലെയിനായിട്ട് ഒരു പോലെ വെക്കാതെ. ഓക്കെ, ഇനി നമുക്ക് മണ്ടയിലോട്ട് പോകാം. ഓരോ സ്ഥലത്തും ഓരോ വ്യൂ ആയിരിക്കും. ഏറ്റവും മണ്ടയിലായിരിക്കും നല്ല വ്യൂ ആയിരിക്കും, നമ്മൾ ഈ സംഭവം മൊത്തം കാണുന്ന രീതിയിലായിരിക്കും. ഓക്കെ, കണ്ടില്ലേ, നമ്മുടെ വീട് ഇതേ കാണുന്നു. ഇച്ചിരി കൂടി റെൻഡർ ഡിസ്റ്റൻസ് കൂട്ടിയിട്ട് നമുക്ക് നന്നായിട്ട് കാണാതിരിക്കും. ഇച്ചിരി റെൻഡർ ഡിസ്റ്റൻസ് നമുക്ക് കൂട്ടിയിടാം. സെറ്റിങ്സ് എടുത്തിട്ട് ഓക്കെ, വീഡിയോസ് എടുത്തിട്ട് റെൻഡർ ഓക്കെ, ഇനി നോക്കുമ്പോൾ അത് നമുക്ക് 9 ചങ്ക്സിലോട്ടാക്കാം. 10 ചങ്ക്സ് ആക്കാൻ പറ്റില്ല, നമ്മുടെ ഡിവൈസ് ലോൻ്റെ ഡിവൈസാണ്. ഓക്കെ, ഇപ്പം നമ്മുടെ വീട് കാണാതിരിക്കും. ഓക്കെ, അത്യാവശ്യം കാണാം, എന്നാലും കുഴപ്പമില്ല. ഓക്കെ, ഇത്രയാണ് നമ്മളിപ്പോൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ വീട്, റൂമിനോട് പോർട്ടൽ, നമ്മുടെ ഫാം ലാൻഡ്, പിന്നെ അതെ ഇവിടെ ആയിട്ട് നമ്മുടെ വലിയ വീട്, നമ്മുടെ സിറ്റിയിലെ വലിയ വീട് എന്ന് വെച്ചാൽ വില്ലേജേഴ്സിൻ്റെ വലിയ വീട്. ഇത് ഇവിടെ എല്ലാം കാണാം. ഓക്കെ, ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പതിയെ താഴോട്ട് ഇറങ്ങാം. ഓരോ നിലയിലും ഓരോ രീതിയിലാണ് കാണുന്നത്. കണ്ടോ, ഇവിടുന്ന് ഇച്ചിരി താഴെ ഹൈറ്റ് കുറച്ച് നമ്മുടെ വീടിരിക്കുന്നതിൻ്റെ ഇച്ചിരി കൂടെ ഒരു 2 ബ്ലോക്ക് പണ്ട് ഹൈറ്റ്, അത്രേ ഉള്ളൂ ഇതിൻ്റെ ദൂരം. പക്ഷേ ഇതിൻ്റെ നടുക്കായം കൊണ്ട് എല്ലാം നമുക്ക് കാണാം. ഇനി നമുക്ക് ഈ സിറ്റി നടക്കണം. അപ്പം ടാറ്റ, ബൈ ബൈ.